നമസ്കാരം. വിദ്യാപീഠത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഓടയിൽ നിന്നുള്ളൊരു കഥയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പുവിന്റെ വണ്ടി ഒരു കുട്ടിയെ ഒന്ന് തട്ടിയിടുന്നു. ആ കുട്ടി കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും അരിയും മുളകും ഉപ്പും എല്ലാം തറയിൽ പോകുന്നു. ഇത് കണ്ടുകൊണ്ട് നാട്ടുകാരും അവിടെ നിന്ന് ആൾക്കാരും യാത്രക്കാരും എല്ലാവരും കൂടി ഓടിക്കൂടുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് പപ്പുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പപ്പു അനങ്ങാതെ നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് പപ്പുവിന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നു വന്നു. തന്റെ ഇത്രയും നാളത്തെ നല്ല പേര് കളങ്കപ്പെടുമോ, അങ്ങനെ പല കാര്യങ്ങളും പപ്പുവിന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഈ സമയത്ത് പപ്പു ആ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, റോഡിന്റെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, മോള് കരയണ്ട, മോളുടെ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചു തരാം, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് പോയതാണ് നമ്മുടെ പപ്പു. അപ്പൊ ഇത് പോയത് കണ്ടപ്പോ കുറെ തെണ്ടിപ്പിള്ളാരും എല്ലാം കൂടെ കൂടി വന്നു. അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് പറ്റിയത്, എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു. അന്നേരം അവളൊന്നും മിണ്ടാതെ തന്റെ കളഞ്ഞു പോയ സാധനങ്ങളിലേക്ക് നോക്കി കരയുകയായിരുന്നു. ഇവിടം വരെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പൊ എല്ലാരും ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി എന്താവും, പപ്പു വരുവോ വരത്തില്ലോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അടുത്ത ക്ലാസ് പഠിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പപ്പു വരുമോ വരത്തില്ലോ എന്ന് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ചിതറിക്കിടക്കുന്ന അരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കരയുകയാണ്. അപ്പൊ അതിന്റെ ബാക്കി സംഭവം കണ്ടിരുന്ന ഒരു ചെറുക്കൻ പറഞ്ഞു, പപ്പുവിന്റെ റിക്ഷയാണ് തട്ടിയെന്ന്. അത് മറ്റുള്ള പിള്ളേർക്ക് വിശ്വസിക്കാനായില്ല. അപ്പൊ എന്താ സംഭവം കണ്ടിരുന്ന ഒരു ചെറുക്കൻ പറഞ്ഞു, പപ്പുവിന്റെ റിക്ഷയാണ് തട്ടിയത്. ഇത് പറഞ്ഞപ്പോ മറ്റു പിള്ളേർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്താ കാരണം, നമ്മൾ കാലാശി പറഞ്ഞതല്ലേ, കുറെ വർഷങ്ങളായിട്ട് പപ്പു അവിടെ റിക്ഷ ഓടിക്കുകയാണ്. ആരുടെ ദേഹത്തും തട്ടാതെയും നല്ല രീതിയിലാണ് പപ്പു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. തട്ടും എന്ന് വിചാരിക്കും അന്ന്, പക്ഷെ തട്ടത്തില്ല, പപ്പു വണ്ടി വെട്ടിച്ചുകൊണ്ട് പോകുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ പപ്പുവിന്റെ വണ്ടിയാണ് തട്ടിയെന്ന് പറഞ്ഞപ്പോ ബാക്കി ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. പപ്പുവിന്റെ റിക്ഷ ആരുടെ ദേഹത്ത് മുട്ടിയിട്ടില്ല, മുട്ടുകയുമില്ല എന്നാണ് അവരുടെ വാദം. കേട്ടോ, നമ്മൾ പറഞ്ഞില്ലേ പപ്പുവിന്റെ റിക്ഷ എന്താ ആരുടെ ദേഹത്തും തട്ടത്തില്ല, ഇനി തട്ടുകയും എന്നാണ് അവിടെ നിന്ന് ആൾക്കാരെല്ലാം ബാക്കിയുള്ളവർ പറഞ്ഞത്. അതെന്തുകൊണ്ടാ, പപ്പുവിന്റെ അത്രയും നാളത്തെ ഒരു നല്ല പേരുണ്ടല്ലേ, എന്താ പപ്പുവിന്റെ റിക്ഷ ഇതുവരെ ആരെയും തട്ടിയിട്ടില്ല. തട്ടുമെന്നാകുമ്പോ പപ്പു ഒരു ചിരിയും ചിരിച്ച് ആ വണ്ടിയെ വെട്ടിച്ചെടുത്തോണ്ട് പോകും. ഈ ഒരു കാര്യം കൊണ്ട്, അതായത് കുറെ നാളായിട്ട് ഈ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ആർക്കും എന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്ത് പപ്പുവിന്റെ വണ്ടിയാണ് തട്ടിയെന്ന്. അതേപ്പറ്റി അവർ തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നു. ഒടുവിൽ പപ്പുവിന്റെ റിക്ഷ തന്നെയാണ് മുട്ടിയെന്ന് ഒരു യാചകി സാക്ഷി പറഞ്ഞു. അപ്പോ ഇത് പറഞ്ഞപ്പോ കുറച്ചുപേര് തമ്മിൽ എന്തായി, വാദപ്രതിവാദങ്ങളായില്ലേ, രണ്ടുപേര് തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. പപ്പുവിന്റെ റിക്ഷ തട്ടും, ഒരാൾ പറഞ്ഞു തട്ടത്തല്ല. അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ സംസാരിച്ച് വാദപ്രതിവാദങ്ങളായി. അവസാനം പപ്പുവിന്റെ റിക്ഷയാണ് തട്ടിയതെന്ന് ഒരു യാചകി, ഒരു ഭിക്ഷക്കാരി എന്തു പറഞ്ഞു, സാക്ഷി പറഞ്ഞു. ആ വഴക്ക് അങ്ങനെ അവസാനിച്ചു. അപ്പൊ എന്താ, ആ യാചകി സാക്ഷി പറഞ്ഞപ്പോ ആ വഴക്ക് അവിടെ തീർന്നു, അല്ലെ ആ വാദപ്രതിവാദം എന്ത് ചെയ്തു, അവിടെ തീർന്നു. എന്താ, ഒരാൾ കണ്ടിരുന്ന ഒരാൾ എന്ത് പറഞ്ഞു, സാക്ഷി പറഞ്ഞു, എന്താ പപ്പുവിന്റെ റിക്ഷയാണ് തട്ടിയതെന്ന്. പപ്പു ഉടനെ തിരിച്ചു വരുമെന്നും അയാൾ പെൺകുട്ടിക്ക് അരി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും കൂടി യാചകി പറയുകയുണ്ടായി. അതും അഭിപ്രായ ഭിന്നതയ്ക്ക് കാരണമായി തീർന്നു. അപ്പൊ യാചകി എന്തും കൂടി പറഞ്ഞു, പപ്പുവിന്റെ വണ്ടിയാണ് തട്ടിയതെന്നും ആ പെൺകുട്ടിക്ക് അരി വാങ്ങി കൊടുക്കാമെന്നും പപ്പു ഉടനെ തിരിച്ചു വരുമെന്നും ആ യാചകി കൂടി പറഞ്ഞു. അപ്പൊ പിന്നെയും അവിടെ എന്തുണ്ടായി, തർക്കത്തിന് കാരണമായി. എന്തായിരിക്കും തർക്കം? അത് കളിപ്പിച്ച എന്ന് ഒരുത്തൻ പറഞ്ഞു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞു, എന്ത് പറഞ്ഞു, അത് കളിപ്പിച്ചതാ. എന്താ കളിപ്പിച്ചത് പറഞ്ഞ, പറ്റിച്ചതാ. പപ്പ് കുളത്തി മുങ്ങിയതാ, കിണറ്റിലെ നീരത്തോളൂ. അതൊരു പഴഞ്ചൊല്ല. എന്താ, കുളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തോളം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വഴക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം പറ്റി, ഒരു അബദ്ധം പറ്റി, അവിടുന്ന് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്തെ പൊങ്ങത്തോളൂ. അതായത് എല്ലാ പ്രശ്നം തീർന്നിട്ടേ വരൂ എന്നൊരു പഴഞ്ചൊല്ലാണിത്. അപ്പൊ അത് പറയും, എന്താ, പപ്പ് കുളത്തി മുങ്ങിയ കിണറ്റിലെ നീരത്തോളൂ. അത് മറ്റൊരുവന്റെ അഭിപ്രായം. അപ്പൊ പിന്നെ അവിടെ തമ്മിൽ എന്താ വാഗ്വാദം ഉണ്ടായി, എന്ത് പപ്പു വരും വരത്തില്ല എന്നൊക്കെ അവിടെ സംസാരിച്ചു. ആ വാദപ്രതിവാദം പെൺകുട്ടിയുടെ ശ്രദ്ധ ആകർഷിച്ചു. ആ അരി നോക്കിക്കൊണ്ടിരുന്ന കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയുടെ ശ്രദ്ധ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ വാദപ്രതിവാദത്തിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു. ഇവരെന്താണ് സംസാരിക്കുന്നത്, ആ ഒരു ആകാംക്ഷ അവൾ ഉണ്ടാക്കി.
അവളുടെ മനസ്സിലും അങ്ങനെ ഒരു വാദം നടന്നിട്ടുണ്ട്. അപ്പൊ എന്താ, നേരത്തെ പറഞ്ഞില്ലേ, ആ പെൺകുട്ടി മാറ്റി നിർത്തിയിട്ട് പപ്പു പോയതാ. പപ്പു എന്ന് പറഞ്ഞു ദാ വരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ആ പെൺകുട്ടിയുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മളായാലും നമ്മളെ മനസ്സിലും കാണൂല്ലേ, ഇനി അയാൾ തിരിച്ചു വരുവോ അതോ വരത്തില്ലേ, നമ്മളെ പറ്റിക്കുവോ അതോ പറ്റിക്കത്തില്ലേ, വാങ്ങിത്തരുവോ എന്ന് നമ്മളെ മനസ്സിലും കാണൂല്ലേ. ആരാണെന്നറിയില്ല, എന്താണെന്നറിയില്ല, വണ്ടി തട്ടി നമ്മുടെ കയ്യിലെ സാധനം പോയി, അയാൾ പറഞ്ഞു ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോയതാ. ഇനി വരുവോ വരത്തില്ലയോ, മുങ്ങിയതാണോ എന്ന് എന്താ നമ്മളുടെ മനസ്സിലായാലും എന്ത് കാണും, ഒരു എന്താ വാദപ്രതിവാദം കാണും അല്ലേ. അത് ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. അടുത്ത് നിന്ന ഒരു ചെറുപ്പക്കാരനോട് അവൾ ചോദിച്ചു, നീ അറിയോ അയാളെ? എന്താ, അടുത്ത് നിന്ന ഒരാളെടുത്ത് ആ കുട്ടി ചോദിച്ചു, നീ അറിയോ അയാളെ? നമ്മളാരും ചോദിച്ചില്ലേ, നമ്മളിതുവരെ അയാളെ കണ്ടിട്ടില്ല. അപ്പോ നമ്മളാരും എന്ത് ചെയ്യും, ചോദിക്കും, നീ അറിയോ അയാളെ? അയാളെ അറിയോ എന്ന് നമ്മൾ ചോദിക്കില്ലേ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയും ചോദിച്ചു, നീ അറിയോ അയാളെ? അറിയും, പറഞ്ഞ പോലെ ചെയ്യുന്നവനാ. അപ്പൊ എന്താ, അവിടെ എന്നൊരുത്തൻ പറഞ്ഞു, എന്തു പറഞ്ഞു, പറഞ്ഞ പോലെ ചെയ്യുന്നവനാണെന്ന് അവിടെ ഒരുത്തൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ പോലെ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു, വേറെ ഒരുത്തനെ എതിർത്തു. എന്താ, പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ്, നിനക്ക് എങ്ങനെ അറിയാവടാ? അപ്പം ആ കുട്ടി ചോദിച്ചു, എന്ത് പറഞ്ഞ പോലെ ചെയ്യുന്നത് നിനക്ക് എങ്ങനെ അറിയാവുന്നല്ലേ? അപ്പം ആ കുട്ടി എടുത്ത് ചോദിച്ചു, നമ്മുടെ പെൺകുട്ടി ചോദിച്ചു, നിനക്ക് അയാളെ അറിയൂ? അപ്പൊ അവൻ പറഞ്ഞു, എന്ത്, അറിയാം, പറഞ്ഞ പോലെ ചെയ്തവനാണെന്ന്. അപ്പൊ ഇത് കേട്ടിരുന്ന വേറൊരുത്തൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം പറഞ്ഞ പോലെ ചെയ്യുന്നവനാണെന്ന്? അപ്പം അയാളെ ഇനി കാണണമെങ്കിൽ ആണ്ട് പെറുക്കണം. അപ്പൊ എന്താ, ഇനി അയാളെ കാണണമെങ്കിൽ ഒരു വർഷം കഴിയണം, അല്ലെ ആണ്ട് പിറക്കണം എന്ന് പറയും. ഒരു വർഷം, ഇനി അടുത്ത കുറെ നാൾ കഴിയണം എന്ന് പറയും. പറഞ്ഞു. വേറൊരുത്തന്നെ എതിർപ്പിനെ പിന്താങ്ങി. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് എതിർപ്പിനെ പിന്താങ്ങി. പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു, അത്താഴത്തിനുള്ള അരിയ, അമ്മ എന്നെ കൊല്ലും. ഇതും പറഞ്ഞ് പെൺകുട്ടി പിന്നെ കരഞ്ഞു. നേരത്തെ പറഞ്ഞ കരഞ്ഞത് തന്നെ എന്താ, അത്താഴത്തിനുള്ള അരിയാണ്, അമ്മ എന്നെ കൊല്ലും എന്ന് പറഞ്ഞാണ് പെൺകുട്ടി നേരത്തെയും കരഞ്ഞത്. ഇപ്പൊ അതേ പിന്നെയും അത് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പെൺകുട്ടി പൊട്ടിക്കരഞ്ഞു. നിനക്കൊക്കെ എന്താണ് ഇവിടെ കാര്യം? അങ്ങനെ പറഞ്ഞുകൊണ്ട് പപ്പു ഓടിയെത്തി. അപ്പൊ നമ്മുടെ കഥാനായകൻ പപ്പു എത്തിക്കഴിഞ്ഞില്ലേ. എന്താ പപ്പു നിനക്കൊക്കെ എന്താണ് ഇവിടെ കാര്യം എന്ന് വെച്ചാൽ ആരെത്തി? നമ്മുടെ പപ്പു എത്തി. പിള്ളേരെല്ലാം അകലെ മാറിയുന്നു. അപ്പൊ പപ്പു അവരുടെ പിള്ളേരെല്ലാം എന്ത് ചെയ്തു, അകലേക്ക് മാറിയുന്നു. അയാൾ അവളുടെ കണ്ണുനീരും ശരീരത്തിൽ പറ്റിയ അഴുക്കും തൂത്തു കളഞ്ഞു. നിറഞ്ഞ സഹതാപത്തോടെ അയാൾ ചോദിച്ചു, നീ ഇന്ന് വല്ലതും കഴിച്ചു? അപ്പൊ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പപ്പു വന്നു. പപ്പു വന്നിട്ട് പിള്ളേരുടെ ചോദിച്ചു, എന്താ നിനക്കൊക്കെ എന്താണ് ഇവിടെ കാര്യമെന്ന്. അപ്പൊ ഇത് കേട്ടവൻ പിള്ളേരൊക്കെ അകലെ മാറിയുന്നു. അയാൾ അവളുടെ കണ്ണുനീരും ശരീരത്തിൽ പറ്റിയ അഴുക്കും തൂത്തു കളഞ്ഞു. നമ്മളല്ലേ വീണല്ലേ, അപ്പം ദേഹത്ത് അഴുക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം തട്ടിക്കളഞ്ഞു. കരഞ്ഞോണ്ടിരുന്നെന്ന് പറഞ്ഞില്ലേ, കണ്ണീരും തുടച്ചു കളഞ്ഞു. എന്നിട്ട് നിറഞ്ഞ സഹതാപത്തോടെ ചോദിച്ചു, എന്ത് ചോദിച്ചു, നീ ഇന്ന് വല്ലതും കഴിച്ചോ? അവ എന്തെങ്കിലും കഴിച്ചോ എന്നാണ് ചോദിച്ചു. ഉച്ചയായപ്പോഴേക്ക് ഒരു ചട്ടി പച്ചവെള്ളം കുടിച്ചു. അപ്പൊ പെൺകുട്ടി എന്ന് പറഞ്ഞു, കഴിച്ചു. എന്താ, ഉച്ചയായപ്പോഴത്തേക്ക് ഒരു ചട്ടി പച്ചവെള്ളം കുടിച്ചു. വാ. അയാൾ നടന്നു. വാ എന്ന് പറഞ്ഞിട്ട് പപ്പു നടന്നു. കുട്ടയം എടുത്തുകൊണ്ട് അവൾ അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടയം എടുത്തോണ്ട് പപ്പുവിനെ പിന്തുടർന്നു. ഒരു പീടികയിൽ നിന്ന് പപ്പു 6 പഴം വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു. 6 പഴം, ഒന്നാം തരം 6 പാളയന്തോളം പഴം. അപ്പൊ എന്താ, പപ്പു ഒരു കടയിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, 6 പാളയന്തോളം പഴം വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു. അവളുടെ വരണ്ട ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടു. അപ്പൊ ഇത് കണ്ടപ്പം അവൾക്കൊരു ചിരി അല്ലേ. അപ്പൊ എന്താ, അവിടെ മനസ്സിൽ കിടന്നൊരു കാര്യം എന്തായി, ശരിയായി. എന്താ, പപ്പു വരും എന്നുള്ള ഒരു കാര്യം ശരിയായി. പപ്പു പഴം വാങ്ങി കൊടുത്തപ്പോ എന്ത് ചെയ്തു, അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. പഴം കുട്ടയിലിട്ട് കുട്ട എളിയിൽ വെച്ചു അവൾ നടക്കുകയാണ്. അപ്പൊ പഴം വാങ്ങിച്ച് കൊട്ടയിലിട്ടിട്ട് കൊട്ട എളിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, അവൾ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ പപ്പു ചോദിച്ചു, എന്താ നീ തിന്നാത്തത്? അപ്പൊ അവൾ പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് തിന്നോളാം. അപ്പൊ ചോദിച്ചു, എന്താ നീ തിന്നാത്തത്? കുട്ടി എന്ന് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് തിന്നോളാം. അവൾ ചിരിച്ചു, അയാളും ചിരിച്ചു. ഇപ്പൊ തിന്നാൽ എന്താ, വീട്ടിൽ അമ്മയുണ്ട്, അമ്മയും ഞാനും കൂടി തിന്നോളാം. അപ്പൊ പപ്പു ചോദിച്ചു, ഇപ്പൊ തിന്നാൽ എന്താ? അവൾ എന്താ പറഞ്ഞു, വീട്ടില് ആരുണ്ട്? അമ്മയുണ്ട്, അമ്മയും ഞാനും കൂടി തിന്നോളാം. അയാൾ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് നടന്നു. അപ്പൊ ഇതും പറഞ്ഞപ്പോ അയാള്
കൈ പിടിച്ചുകൊണ്ട് നടന്നു. അയാൾ ചോദിച്ചു, നിനക്ക് അച്ഛനില്ലേ? ചത്തുപോയി. അപ്പൊ എന്താ, അച്ഛനില്ലല്ലേ? അച്ഛൻ എന്ത് പറ്റി? മരിച്ചുപോയി. നിനക്ക് മൂത്തതും ഇളയതുമില്ലേ? ഞാൻ ഒന്നേ ഉള്ളൂ. അപ്പൊ വെച്ച്, നിനക്ക് ഇളയതോ മൂത്തതോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ കുട്ടി എന്ന് പറഞ്ഞു, ഇല്ല. എന്ത്, ഞാൻ മാത്രമേ ഉള്ളൂ. നിന്റെ വീട് എവിടെയാണ്? അങ്ങ് അവിടെ. അവൾ കൈ കാണിച്ചു. പപ്പു ശ്രദ്ധിച്ചില്ല. അപ്പൊ എന്താ, അവളെടുത്ത് ചോദിച്ചു, നിന്റെ വീട് എവിടെയാണ്? അവള് കൈ കാണിച്ചു. അങ്ങ് അവിടെ. പക്ഷെ പപ്പു ശ്രദ്ധിച്ചില്ല അല്ലേ? പപ്പു ശ്രദ്ധിച്ചില്ല. നിന്റെ പേരെന്താ? പപ്പു ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവളെന്താ പറഞ്ഞേ? ലക്ഷ്മി. അപ്പൊ നമ്മുടെ കുട്ടിയുടെ പേരെന്താ? ലക്ഷ്മി. പിന്നെയും പപ്പു ചോദിച്ചു, അമ്മയുടെ പേരെന്താ? അവൾ മറുപടി പറഞ്ഞു, കല്യാണി. അയാൾ ഒരു പീടികയിലേക്ക് കയറി. ആ കുട്ടിയിൽ എത്ര അരി ഉണ്ടായിരുന്നു? അപ്പൊ എന്താ, അയാളൊരു കടയിലേക്ക് കയറി ചെന്നു. പീടിക എന്ന് പറഞ്ഞ കടയിലേക്ക് കയറി ചെന്നു. എന്നിട്ട് എന്ത് ചോദിച്ചു? ആ കുട്ടയിൽ എത്ര അരി ഉണ്ടായിരുന്നു? അപ്പൊ എന്താ പറഞ്ഞേ? മൂഴക്ക്, പിന്നെ ഉപ്പും മുളകും ഉണ്ടായിരുന്നു. അപ്പൊ മൂഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന അളവാണ്. നമ്മളിപ്പം ഇടങ്ങഴി അരി അല്ലെങ്കിൽ 2 നാഴി അരി എന്നൊക്കെ പറയത്തില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന അളവാണ് മൂഴക്ക്. അപ്പൊ അരി ഉണ്ടായിരുന്നു, പിന്നെന്താ, ഉപ്പും മുളകും ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കി ഇടങ്ങഴി അരിയും അതിനു വേണ്ട ഉപ്പും മുളകും കൊടുക്കാൻ പപ്പു പീടികക്കാരനോട് പറഞ്ഞു. അപ്പൊ പപ്പു എന്നിട്ട് പറഞ്ഞു, എന്ത്, ഇടങ്ങഴി അരി എന്ന് പറഞ്ഞാൽ 4 നാഴി അരി. 4 നാഴി അരിയും, നാഴി ഉണ്ടിട്ടില്ല നമ്മളെ അരി അളക്കുന്ന വീട്ടില് അരി അളക്കുന്ന സാധനമാണ് നാഴി. അതായത് 4 നാഴി അരി, അതിനുവേണ്ട ഉപ്പും മുളകും കൊടുക്കാൻ പപ്പു കടക്കാരനോട് പറഞ്ഞു. ലക്ഷ്മി പഴം കയ്യിലെടുത്തു. കുട്ട പീടികക്കാരന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ലക്ഷ്മി എന്ത് ചെയ്തു? നമ്മുടെ കുട്ടകാരാണ് ലക്ഷ്മി. ലക്ഷ്മി എന്ത് ചെയ്തു? പഴം കയ്യിലെടുത്തിട്ട് കുട്ട കടക്കാരന്റെ കയ്യിൽ കൊടുത്തു. അയാൾ സാമാനങ്ങൾ എടുക്കുന്നതിനിടയിൽ ലക്ഷ്മി പപ്പുവിനോട് ചോദിച്ചു. അപ്പം സാമാനങ്ങൾ എന്ന് പറഞ്ഞാൽ സാധനം. അപ്പൊ കടക്കാരൻ സാധനം എടുക്കുന്ന സമയത്ത് ലക്ഷ്മി പപ്പുവിനോട് ചോദിച്ചു. എന്ത് ചോദിച്ചു? ഇത് എവിടുന്നാണെന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയണം? അപ്പല്ലേ, അപ്പം ലക്ഷ്മിയുടെ അമ്മ അല്ലെ നമ്മുടെ കുട്ടിയുടെ അമ്മ കുറച്ച് സാധനം വാങ്ങിക്കാനേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അപ്പോ ഇത്രയും സാധനം കൊണ്ടു ചെല്ലുമ്പോൾ ഇത് എവിടുന്നാണ്, അല്ലെങ്കിൽ ഈ പഴമൊക്കെ എവിടുന്നാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്ന് നമ്മുടെ ലക്ഷ്മി, നമ്മുടെ കുട്ടി എന്ത് ചെയ്തു? പപ്പുവിന്റെ അടുത്ത് ചോദിച്ചു. നീ എന്ത് പറയും? എന്ത് പറയണം? ഉള്ളത് പറയണം. ഇത്രയും. അപ്പൊ എന്താ, നമ്മുടെ പപ്പു ചോദിച്ചു, നീ എന്ത് പറയും? അപ്പൊ നമ്മുടെ കുട്ടി അപ്പം പിന്നെ എടുത്തു വെച്ചു, എന്ത് പറയണം? അപ്പൊ പപ്പു പറഞ്ഞു, ഉള്ളത് പറയണം. ഉള്ളത് പറയണം എന്ന് പറഞ്ഞാൽ സത്യം പറയണം, അല്ലെങ്കിൽ എന്താ നടന്നത് എന്ന് പറയണം. അപ്പൊ കുട്ടി ചോദിക്കുന്നത്, എന്താ പേരെന്താ? അപ്പൊ എന്തു പറയും? പപ്പു. പപ്പു പപ്പു പിന്നെ വീട് എവിടെയാണ്? അപ്പൊ കുട്ടി ചോദിച്ചു, ഉള്ളത് പറയണമെന്ന് പറയുമ്പോ വണ്ടി തട്ടി. അപ്പൊ അയാളുടെ പേരെന്താണെന്ന് ചോദിക്കണ്ടേ? അപ്പൊ പേര് ചോദിച്ചു, എന്താ? പപ്പു. അവിടെ ചോദിച്ചു, പപ്പു വീട് എവിടെയാണ്? എനിക്ക് വീടില്ല. അപ്പൊ ആര് പറഞ്ഞു? പപ്പു എന്ത് പറഞ്ഞു? എനിക്ക് വീടില്ല. വീടില്ലേ? അവൾക്ക് ചിരി വന്നു. അപ്പൊ എന്താ, വീടില്ലെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അവൾക്ക് ചിരി വന്നു. സാധാരണ അവള് എല്ലാവർക്കും വീടുണ്ട്, അത് കാണുമ്പോ ഇവക്ക് പപ്പുവിന് വീടില്ല എന്ന് പറഞ്ഞപ്പോ അവൾക്ക് ചിരി വന്നു. അമ്മയുണ്ടോ? അപ്പൊ പിന്നെ ചോദിച്ചു, എന്ത് അമ്മയുണ്ടോ? ഇല്ല. അച്ഛനുണ്ടോ? ഇല്ല. ആരാ ഇല്ല എന്ന് മറുപടി വന്ന? പപ്പുവാണേ. പപ്പുവിന്റെ അടുത്ത് നമ്മുടെ കുട്ടി ചോദിക്കുക, അമ്മയുണ്ടോ? ഇല്ല. അച്ഛനുണ്ടോ? ഇല്ല. പപ്പു മറുപടി പറഞ്ഞു, ഓ അത് കള്ളമാ. അവൾ പൊട്ടിച്ചിരിച്ചു. പറഞ്ഞു, അത് കള്ളം. അച്ഛനോ അമ്മയില്ലെന്ന് പറഞ്ഞ കള്ളമാ എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു? പൊട്ടിച്ചിരിച്ചു. അപ്പം കൂടെ അയാളും ചിരിച്ചു. പീടികക്കാരൻ കുട്ടയിൽ അരി അളന്നിട്ടു. അതിനു മുകളിൽ 2 കടലാസ് പൊതിയും വെച്ചു. ലക്ഷ്മി അവളുടെ കയ്യിൽ നിന്ന് പഴവും കുട്ടയിൽ വെച്ചിട്ട് അതെടുത്ത് തലയിലേറ്റി. ഇനി ഞാൻ പോട്ടെ. അപ്പൊ എന്താ, ഈ സമയം കൊണ്ട് കടക്കാരൻ അരി അളന്നിട്ടു. അതിന്റെ മുകളിൽ 2 പൊതിയും വെച്ചു. എന്താ, ഉപ്പും മുളകുമാണ്. അതിന്റെ അകത്തോട്ട് ലക്ഷ്മി എന്ത് ചെയ്തു? നമ്മുടെ കുട്ടി ഈ പഴവും കൂടി എടുത്ത് വെച്ചിട്ട് കുട്ട എടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് ചോദിച്ചു, എന്ത്? ഇനി ഞാൻ പോവട്ടെ. നീ തന്നെത്താൻ പോവോ? ആര് ചോദിച്ചു? അവിടെ പപ്പു ചോദിച്ചു, നീ തന്നെത്താൻ പോവോ? പോയിക്കോളാം. എന്നാൽ പൊയ്ക്കോ. തന്നെത്താൻ പോവെന്ന് വെച്ചപ്പോ കുട്ടി എന്ന് പറഞ്ഞു, പൊയ്ക്കോളാം. അപ്പൊ പപ്പു പറഞ്ഞു, പൊയ്ക്കോ. അവൾ കൃതജ്ഞതാപൂർവ്വം പപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു കിടന്നു. അപ്പൊ ഒരു നന്ദി സൂചകമായിട്ട് എന്താ, ഒന്ന് പപ്പുവിനെ തിരിഞ്ഞു നോക്കി. നമ്മളായാലും പോട്ടെ, നമുക്ക് ഇത്ര സാധനം വാങ്ങിച്ചെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും?
ഒരു നന്ദി സൂര്യമായിട്ട് പപ്പുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് ചെയ്തു? അവൾ നടന്നു. പപ്പും അവളുടെ കൂടെ നടന്നു. അവളുടെ കൂടെ അങ്ങനെ നടക്കുവാൻ അയാൾക്കൊരാഗ്രഹം. അപ്പൊ എന്താ, ഈ കുട്ടി എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ്, എങ്ങനെയാ പോകുന്നത്, അതൊക്കെ അറിയാൻ പപ്പുവിന്റെ ആഗ്രഹം. പപ്പുവിന് എന്ത് ചെയ്യാ, കൂടെ പോകണം എന്നൊരു ആഗ്രഹം. നീ നാളെ വരുമോ അയാൾ ചോദിച്ചു. അപ്പം പപ്പു അയാൾ കുട്ടിയോട് ചോദിച്ചു, നീ നാളെ വരുമോ? അപ്പൊ കുട്ടി വെച്ച് എന്തിനാ? സാധാരണ കുട്ടി വരുന്നത് എന്തിനാ? കടയിൽ സാധനം വാങ്ങിക്കാനൊക്കെ ആയിരുന്നു. അമ്മ പറഞ്ഞു വിടുമ്പോഴാണ് വരുന്നത്. അപ്പം സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ നാളെ വരുമോ എന്ന് വെച്ചപ്പോ കുട്ടിക്കൊരു ആവശ്യം, എന്തിനാ വരുന്നേ? അപ്പൊ പപ്പു പറഞ്ഞു വെറുതെ. അപ്പൊ അന്നേരം കുട്ടി ചോദിച്ചു, ഇനി എന്നെ ഉരുട്ടിയിടുവോ? അവൾ ചിരിച്ചു. അപ്പൊ നാളെ വന്നു കഴിഞ്ഞാൽ എന്താ, എന്നെ ഉരുട്ടിയിടുവോ അല്ലെ തള്ളിയിടുവോ എന്ന് ആ കുട്ടി ചോദിച്ചിട്ട് ചിരിച്ചു. ഇല്ല, അയാളും ചിരിച്ചു. എന്നാ വരാം. അപ്പൊ കുട്ടി വന്ന് പറഞ്ഞു തള്ളിയിടുവോന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല. അപ്പൊ കുട്ടി പറഞ്ഞു എന്നാ വരാം. പപ്പു നിന്നു. അവൾ നടന്ന് അങ്ങ് പോയി മറയുന്നത് വരെ അയാൾ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മറഞ്ഞതിന് ശേഷവും അവൾ അയാളുടെ മുന്നിൽ നിൽക്കുന്നതായി തോന്നി. അപ്പൊ എന്താ, ആ കുട്ടി അങ്ങ് ദൂരെ പപ്പുവിന് കാണാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് എത്തിയതിനു ശേഷവും പപ്പു അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ കുട്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി നടന്നാകാൻ പോയി. എന്നിട്ടും എന്താ, പപ്പുവിന് ആ കുട്ടി അയാളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് തോന്നിയത്. ആ നിർദോഷമായ ചിരിയും കൃതജ്ഞതയും നിറഞ്ഞ നോട്ടവും. അപ്പൊ എന്താ, ആ സംഭവത്തിന് ശേഷം ഉണ്ടായ ആ സംഭവങ്ങളും ആ നിറഞ്ഞ ചിരി, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ആ കുട്ടിക്കുണ്ടായ സന്തോഷം കണ്ടപ്പോൾ അയാളുടെ മനസ്സ് നിറഞ്ഞതും ഇതെല്ലാം ആ കുട്ടിയുടെ നോട്ടവും എല്ലാം പപ്പുവിന്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നാളെ അയാൾ മന്ത്രിക്കുകയാണ്. എന്താ, നാളെ ഇങ്ങനെ നാളെ ദിവസം, നാളെ കുട്ടി വരും, അല്ലെങ്കിൽ നാളെ എന്നെന്താ അയാൾ മന്ത്രിക്കുകയാണ്. അതുവരെ അയാളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായി അയാൾക്ക് നാളെ ഉണ്ടായി. എന്താ പറഞ്ഞേ, അതുവരെ അയാൾക്ക് നാളെ എന്നൊരു ദിവസം ഇല്ലായിരുന്നു. അന്ന് ആദ്യമായിട്ട് എന്താ, അയാൾക്ക് നാളെ എന്നൊരു ദിവസം ഉണ്ടായി. നാളെ അങ്ങനെ മന്ത്രിച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. അപ്പൊ നമ്മുടെ കഥ ഇവിടെ തീരുന്നു. എന്താ, അയാൾ പിന്നെയും പറയാം നാളെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. അപ്പൊ നമ്മുടെ കഥ ഇവിടെ തീരുകയാണ്. അപ്പൊ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുക. അപ്പൊ നമ്മൾ കഥ ഒന്ന് ചുരുക്കം ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ എന്താ, പപ്പു എന്നൊരു റിക്ഷക്കാരനെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? പപ്പു എന്ന റിക്ഷക്കാരൻ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, അതായത് അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അന്നന്ന് തന്നെ കഷ്ടപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നതും ജീവിതം മുന്നോട്ട് നയിക്കുന്നതുമായ ഒരു റിക്ഷക്കാരനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും ആ പെൺകുട്ടിയിൽ നിന്ന് അയാൾക്കൊരു ജീവിതം ഉണ്ടാവുന്നു, അയാൾക്ക് നാളെ എന്നൊരു ദിവസം ഉണ്ടാവുന്നു എന്നതിനൊക്കെ പറ്റിയാണ് നമുക്ക് ഈ കഥയിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. അതായത് പപ്പു എന്ന് പറയുന്നത് താഴെ തട്ടിലുള്ള ഒരു റിക്ഷക്കാരനാണ്. അപ്പൊ ഈ റിക്ഷക്കാരന് നാളെ എന്നൊരു ദിവസമില്ല. എന്താ, അയാൾ അന്നന്നത്തെ അധ്വാനം കൊണ്ട് അയാൾ ജീവിക്കുന്നു. അയാൾക്ക് നാളത്തേക്ക് ഒരു സ്വരൂപിച്ച് വെക്കണ്ടേ, അല്ലെങ്കിൽ നാളത്തേക്ക് ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്കില്ല. അപ്പോൾ ആ ടൈമിലാണ് നമ്മുടെ പെൺകുട്ടി ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയും അവളുടെ അമ്മയും എന്ന് പറയുന്ന കഥാപാത്രം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ലക്ഷ്മി എന്ന പെൺകുട്ടിയും അവളുടെ അമ്മയും പപ്പുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും എന്താ, അയാൾക്കൊരു ജീവിത ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുന്നതും, നാളെ എന്നൊരു ജീവിത ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കുന്നതും നമ്മുടെ പെൺകുട്ടിയും അവളുടെ അമ്മയും കൂടി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോ എന്താ, അയാൾക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്. നാളെ ആ കുട്ടിക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നാളെയും ആ കുട്ടിയുടെ വിശപ്പ് അല്ലെങ്കിൽ അത് മാറ്റണം എന്ന് അയാൾക്കൊരു ജീവിത ലക്ഷ്യം ഉണ്ടാക്കി കൊടുത്ത് അല്ലെ, ആ പെൺകുട്ടിയുടെ വരവോട് കൂടി. അപ്പൊ എന്താ, കഠിനമായ ഒരു അധ്വാനത്തെ കൊണ്ട് ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കഠിനമായ അധ്വാനം ഉണ്ടെങ്കിൽ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അല്ലെങ്കിൽ മനുഷ്യന് നല്ലൊരു ജീവിതം രൂപപ്പെടുത്താം. അപ്പൊ നമ്മുടെ കഥാകൃത്ത് നമുക്ക് അത് കാണിച്ചിരുന്നുണ്ടല്ലേ, ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഒരു ലക്ഷ്യം ഉണ്ടാക്കി ഇങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, മനുഷ്യനാക്കി മനസ്സിലാക്കി സ്നേഹബന്ധത്തിന്റെ ഒരു കഥ, അല്ലെങ്കിൽ മനുഷ്യന്റെ സ്നേഹം, കഠിനാധ്വാനം, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഴുത്തുകാരൻ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അതായത് എങ്ങനെ ഒരാളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് മാത്രമല്ല മറ്റൊരാൾക്കും കൂടി പ്രയോജനം ഉണ്ടാകണം എന്ന രീതിയിൽ കഥാകൃത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ വളരെ ചെറിയൊരു കഥയായിരുന്നു ഇത് ഓടയിൽ നിന്ന്. അപ്പൊ നമുക്ക് ഇതിനകത്ത് പല കാര്യങ്ങളും മനസ്സിലാവും അല്ലേ. സ്നേഹം, പരസ്പരമുള്ള സ്നേഹം, ജീവിതത്തിലുള്ള ലക്ഷ്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ജീവിതത്തിൽ, ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ചെറിയൊരു കഥയാണ്. വലിയൊരു നോവലാണ്. ആ നോവലിന്റെ ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് തന്നിട്ടുള്ളായിരുന്നു പഠിക്കാൻ. അപ്പൊ ആ മനോഹരമായ കഥ നമുക്കിവിടെ തീരുകയാണ്. അപ്പോ നമുക്കിനി അതിന്റെ നോട്ട്സ് നോക്കണം. കുറെ നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കണം.
അപ്പം എല്ലാവരും ടെക്സ്റ്റ് വായിക്കുക, നല്ല രീതിയിൽ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു വെക്കും. നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ അല്ലെങ്കിൽ വേറെ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ഈ പാഠഭാഗത്ത് നിന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അതിനെന്ത് ചെയ്യുക, ടെക്സ്റ്റ് നല്ല വൃത്തിക്ക് നമ്മൾ വായിക്കുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് എത്രത്തോളം നമ്മൾ വായിക്കുന്നു അത്രത്തോളം നമുക്ക് ഈ കഥയെ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചോദ്യോത്തരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ നോട്ട്സ് തരുന്നതായിരിക്കും. അപ്പൊ നോട്ട്സ് നല്ല രീതിയിൽ വായിച്ച് പഠിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി.